ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഖർ കമ്മുല സംവിധാനം ചെയ്യുന്ന കുബേര എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ കൂടിയ ശേഖർ കമ്മുല, ചൈതന്യ പിംഗലി എന്നിങ്ങനെ ഇരുവർ ചേർന്നാണ്. തെലുങ്ക്, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, ജിം സർഫ്, ദിലീപ് താഹിൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ DOP നികേത് ബൊമ്മിറട്ടിയും എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസുമാണ്. ചിത്രത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് ദേവിശ്രീ പ്രസാദുമാണ്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ ദൈർഘ്യം 3 മണിക്കൂർ 3 മിനിറ്റ് 12 സെക്കൻഡാണ്. ശ്രീ വെങ്കടേശ്വര സിനിമാസ്, അമിഗോസ് ക്രിയേഷൻസ് എന്നിങ്ങനെ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഈ സിനിമയുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് തെലുങ്ക്, തമിഴ്, നമ്മുടെ കേരളം എന്നിങ്ങനെ ഓരോ റിപ്പോർട്ടുകളും പോസിറ്റീവ് തന്നെയാണ്. ക്രൈം ത്രില്ലർ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പുതുമയും പൂർണ്ണതയുള്ളതും ശക്തമായ തിരക്കഥയിലൂടെ മികച്ച മേക്കിങ്ങിലൂടെ ശേഖർ കമ്മുല മികച്ച ഒരു തിരിച്ചുവരവാണ് കുബേരയിലൂടെ നടത്തിയിരിക്കുന്നത്. 3 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യമുള്ള ഒരു സിനിമ ഒട്ടും മുഷിവില്ലാതെ ആദ്യാവസാനം പ്രേക്ഷകരെ ആഹ്ലാദത്തോടെ പിടിച്ചിരുത്താൻ കഴിയുന്നുവെന്നത് തന്നെയാണ് കുബേരയുടെ ആദ്യ പോസിറ്റീവ്. സാങ്കേതിക മേന്മ കൊണ്ടും ദേവിശ്രീ പ്രസാദിന്റെ മികച്ച സംഗീത മികവ് കൊണ്ടും സിനിമ വളരെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ധനുഷിന്റെ കരിയറിലെ തന്നെ മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിലൂടെ സിനിമ ആസ്വാദകർക്ക്, പ്രേക്ഷകർക്ക് ബോധ്യമാവുന്നത്. ദീർഘമായ മോശമായ ഇടവേളയ്ക്ക് ശേഷം നാഗാർജുനയ്ക്ക് ശക്തമായ ഒരു തിരിച്ചുവരവിന് കൂടി കളമൊരുക്കിയിരിക്കുകയാണ് കുബേര. പുഷ്പ 2 ശേഷം രശ്മിക മന്ദാനയ്ക്ക് മികച്ച പ്രകടനമാണ് ഈ സിനിമയിലൂടെ ലഭിച്ചിരിക്കുന്നത്. വില്ലൻ കഥാപാത്രമാകുന്ന ജിം സർഫിന്റെ അഭിനയ മികവ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതുമാണ്. മനോഹരമായ രസകരമായ ആദ്യ പകുതിയും ഹൃദയസ്പർശിയായ രണ്ടാം പകുതിയും. സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ പ്രധാന റിവ്യൂവേഴ്സ് എല്ലാം 5-ൽ 4 മാർക്കാണ് ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സിനിമ, മികച്ച ഒരു സിനിമ വീണ്ടും പിറവിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കുബേരയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ 1,80,00,000 രൂപയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി 5,20,00,000 രൂപയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷനായി 3,05,00,000 രൂപയും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമയ്ക്ക് 8,25,00,000 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. കുബേര സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.